ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ആരാധകർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ വേൾഡ് കപ്പ് റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന വീഡിയോയ്ക്കൊന്നും വലിയ റീച്ച് ഇല്ല. മെസ്സിയെക്കുറിച്ചും അർജന്റീനയെക്കുറിച്ചും വേൾഡ് കപ്പ് സ്കോഡ് ഞാൻ അത്യാവശ്യം മാസമായിട്ട് തള്ളി മെഴുകി ഉണ്ടാക്കിയതാണ്. പക്ഷെ അതൊന്നും ആരും കാണുന്നില്ലടേ. നിങ്ങൾ പറ്റുവാണെങ്കിൽ കണ്ടിട്ടൊന്ന് ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഒക്കെ 2 കമന്റ് തെറിയെങ്കിലും അതിന്റെ കീഴിൽ എഴുതി വെക്ക്. അതുപോലെ സെപ്റ്റംബർ 4 തീയതി ആയിരിക്കും വരാൻ പോകുന്ന സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുക. അതിനു മുന്നേ ഡ്യൂറന്റ് കപ്പ് ഉണ്ടായിരിക്കും. ഡ്യൂറന്റ് കപ്പ് ജൂൺ 25-നും ജൂലൈ 25-നും ഇടയ്ക്കുള്ള ഒരു തീയതിയിൽ നടക്കും എന്ന് കേന്ദ്ര കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒക്കെ അപ്ഡേറ്റും അറിയിപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ സങ്കടപ്പെടുന്ന വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറന്റ് കപ്പിനെ ഒരു ഡ്രസ് റിഹേഴ്സലായിട്ട് മാത്രമായിരിക്കും കാണുന്നത്. അതും ക്ലബ്ലെറ്റ് മോഡലിലാണ് നടക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിന് മുന്നേ ഉള്ള ഒരു ട്രയൽ റൺ ആയിട്ട് അതിനെ കാണാനുള്ള അവസരം കൂടിയാണ് നൽകുന്നത്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഡ്യൂറന്റ് കപ്പിലെ ഫോറിൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വരണമെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പോലെയുള്ള ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നുണ്ട്. മോഹൻ ബഗാനെ പോലെ പിഴച്ച ഒരു ക്ലബ്ബ് വേറെ ഇല്ല. ഞങ്ങൾക്ക് താരങ്ങൾ ഉണ്ടെങ്കിൽ വിദേശ താരങ്ങൾ വേണം, ഞങ്ങൾക്ക് താരങ്ങളില്ലെങ്കിൽ വിദേശ താരങ്ങൾ വേണ്ട എന്നൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. പക്ഷേ ഏതായാലും മോഹൻ ബഗാൻ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പിന്നിൽ മറ്റൊരു ന്യായീകരണം കൂടിയുണ്ട്. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കിംഗ് സോണിൽ ഇന്ത്യൻ താരങ്ങളെ അധികം കളിപ്പിക്കുന്നില്ല. അപ്പം ഇന്ത്യൻ സ്ട്രൈക്കർമാരെ വളർന്നു വരണമെങ്കിൽ ഇങ്ങനെയുള്ള ടൂർണമെന്റുകൾ കൂടി ആവശ്യമാണ്. അപ്പം ഡ്യൂറന്റ് കപ്പിൽ ഇന്ത്യൻ സ്ട്രൈക്കർമാരെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ സ്ട്രൈക്കർമാർ വളരും എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. ഏതായാലും റയാൻ വില്യംസ് മാത്രമേ ഇപ്പൊ ഇന്ത്യയിൽ ഒരു ക്വാളിറ്റി സ്ട്രൈക്കർ ആയിട്ടുള്ളൂ. ബാക്കി റഹീം അലിയുടെ ഒക്കെ പ്രകടനം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തോരം മോശം പ്രകടനമാണ്. റഹീം അലി അല്ല, അൻവറിനെയാണോ റഹീം അലിയാണോ ചെന്നൈ നസിയുടെ താരം? എന്തായാലും യുവമാരുടെയൊക്കെ പ്രകടനം ഭയങ്കര മോശമാണ്. പിന്നെ ഡേവിഡ് ആലൻ സാങ്കയെ കളിപ്പിക്കുന്നില്ല. ജൂൺ 25-നും ജൂലൈ 25-നും ഇടയ്ക്ക് ഡ്യൂറന്റ് കപ്പ് നടക്കും. അതാണ് പറയാനുള്ളത്.